ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളെന്താണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടൈംലെസ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകാം, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം പൈൽ നമ്പർ 1. ഓക്കെ, ഏസ് ഓഫ് വോൺസ്. ഇന്നത്തെ ദിവസം ഒത്തിരി ന്യൂ എനർജീസ് കാണാൻ സാധിക്കുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പാഷൻ, ഒത്തിരി ഫയറിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറൻസ്, ക്യൂൻ ഓഫ് വോൺസ്, ത്രീ ഓഫ് വോൺസ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ്, പുതിയ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൻ്റെയും എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ ആയിരിക്കാം ഈ ഒരു സമയത്ത് എടുക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഒത്തിരി ലവ്, പാഷൻ, ഓക്കെ, ആ ഒരു എനർജി. അപ്പോൾ ഈ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി, സ്നേഹത്തിൻ്റെ എനർജി, അത് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, എനർജി, ഓവറോൾ എനർജി ഇന്നത്തെ ദിവസം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ വരിക, എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, എന്തെങ്കിലും ചെറിയ ചെറിയ ടവർ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ടവർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലോട്ട് കടന്നു വരുമ്പോൾ, ആ സമയത്തെല്ലാം കുറച്ചൊരു എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്നിട്ട് എങ്ങനെ പുറത്ത് കടക്കാം, ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വോൺസിൽ വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ള ആ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസാണ്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പല പോസിറ്റീവ് സൈഡും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ തന്നെ അണ്ടർ വാല്യൂ ചെയ്യുകയാണ് നിങ്ങളെ. അപ്പോൾ ആ ഒരു എനർജി ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊരു ട്രാവൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജി, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ പ്ലാൻസ് നിങ്ങൾ ഇടുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് പേര് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു. പൈൽ നമ്പർ 2. Thank you.
ഇവിടെ ഓൾറെഡി കാർഡ് വീണിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. നമ്പർ 20, Eight of Pentacles, Knight of Wands, Ace of Swords. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണോ ശരിക്കും ഫീൽ ചെയ്യുന്നത് അത് കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരുന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ബി യുവർ ഒത്തൻറ്റിക് സെൽഫ്. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഓവർ ആയിട്ട് പ്ലീസിങ് എനർജി, പീപ്പിൾ പ്ലീസിങ് എനർജി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കുറച്ച് പേരുടെ കരിയർ, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലി, വർക്ക് ഒന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ചൊന്നൊരു ബാലൻസിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഓവറായിട്ട് നിങ്ങൾ വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടിട്ട് നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. നൈറ്റ് ഓഫ് വോൺസും വന്നിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത സമയങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ലെസൺസ് അവിടെ നിന്നിട്ട് എനിക്ക് എന്ത് പഠിക്കാനായിട്ട് സാധിക്കും, എന്ത് ലേൺ ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ ഫോക്കസ് കൊടുക്കുക. ആ ഒരു പ്രോബ്ലത്തേക്കാൾ ഉപരിയായിട്ട് അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഗൈഡൻസും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വിധി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു വിധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന് റിസീവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ മൂണിൻ്റെ എനർജിയാണ്. ഇതും എഗെയിൻ ആ ഒരു ഇമോഷണൽ എനർജിയാണ്. കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടിരിക്കുന്നുണ്ടാകാം, മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആകുന്നവരെ, ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നത് വരെ കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. എടുത്തു ചാടി നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.